നീ അതിന് മാത്രം അത്ര ഇളകേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഞാൻ ആവശ്യത്തിന് കിടന്നിളകുന്നത്, നിങ്ങൾ അതിനെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്കിവിടെ പറ്റത്തില്ല ഇവിടെ ജീവിക്കാൻ. പറ്റത്തില്ല, നീ ബോഡി, നീ എങ്ങോട്ടേലും ബോഡി. ഞാൻ പോവാ. എന്നെ ഇപ്പോഴും വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ സ്വീകരിക്കാൻ ആളുണ്ട്, അല്ലാണ്ട് ആപ്പൂപ്പ കേസൊന്നും അല്ലേ. ഞാൻ എൻ്റെ വീട്ടിൽ പോവാ. നിങ്ങളെയൊക്കെ എനിക്ക് എൻ്റെ വീട്ടിൽ വരുത്താൻ എനിക്കറിയാം. ആരെ കിടന്ന് ഈ ബെല്ലടിച്ചേ? ആഹാ, നീയാണ് ഇവിടെ കിടന്ന് ബെല്ലടിച്ചേത്തെ. അമ്മ ഇവിടെ എന്നാ അമ്മ കഴിക്കാൻ? ഒറ്റയ്ക്കേ ഉള്ളോ? ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. മോൻ എന്തിയേ? അയാളുടെ കാര്യമൊന്നും എനിക്കറിയാൻ മേല. പപ്പാ ഇന്നങ്ങ് പോന്നോ? എന്നാടി അവര് പിന്നെ അടിയായോ? ഇത് എപ്പോഴുള്ള കളിയല്ലേ, വൈകിട്ടാകുമ്പോ അവൻ വന്നങ്ങ് വിളിച്ചോണ്ട് നോക്കൂ. പെണ്ണ് അടുത്ത് കിടന്നോളൂന്ന് ഓർത്താ അടുത്ത് കെട്ടിച്ചത്. ഇതിപ്പോ എല്ലാ ദിവസവും ഓരോ കാരണം പറഞ്ഞ് ഇങ്ങോട്ട് പോരുവാണല്ലോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ വാതിൽ തുറന്നു കൊടുക്കാൻ ആളുണ്ടെന്നുള്ള ധൈര്യത്തിൽ അവൾ ഈ നാട്ടുകാരെയും വീട്ടുകാരെ അറിയിച്ചുകൊണ്ട് ഇങ്ങനെ കയറി വരുന്നത്. അതും ശരിയാ. ഞാനേ വീട്ടിലൊരു ചക്ക ഇട്ടായിരുന്നേ, അപ്പൊ അവക്ക് ആ ചക്ക കൊണ്ട് കൊടുക്കാനായിട്ട് അങ്ങ് വന്നതാ. അമ്മേനെ കയറി കണ്ടായിരുന്നു. വലിയ ഓർമ്മക്കുറവൊന്നുമില്ല അല്ലേ, അങ്ങനെ കിടക്കുവോ അല്ലേ. ഇവിടുത്തെ പെങ്കൊച്ചിനി എന്നാ വരുന്നേ? വരണ്ടൊക്കെ കണക്കാ, ഒത്തിരി ദൂരമല്ലേ, അതുകൊണ്ട് അവള് അമ്മച്ചിക്ക് അതൊരു കണക്കിന് നന്നായി പോയി. ഇവിടെ ആലോചന വന്നപ്പോഴും ഞങ്ങൾക്കൊരു മടിയായിരുന്നു, ഈ നാട്ടുകാരെന്തേലും പറയുവോ, മുറ്റത്ത് കെട്ടിച്ചെന്നും പറഞ്ഞില്ലേന്ന് ഓർത്തെ. ഇപ്പൊ നോക്കുമ്പോഴേക്കും പപ്പ പറയുന്നത് മുറ്റത്ത് കെട്ടിച്ചോണ്ട് പെണ്ണിനെ എന്നും കണ്ടോണ്ടിരിക്കാമല്ലോ എന്നാ പറയുന്നേ. ഞങ്ങൾക്കും അങ്ങനെ അടുത്ത് വല്ലോ നോക്കിയാൽ മതിയായിരുന്നു. എന്റെ വെള്ള ലെഗിൻസ് അവിടെ പോയി. ഇത് എവിടെ കയറ്റി വെച്ചേക്കുന്നു? നിങ്ങൾ എന്റെ വെള്ള ലെഗിൻസ് വല്ലതും കണ്ടായിരുന്നോ? പിന്നെ ഞാനത് ഇട്ടേക്കുമല്ലേ. വീട്ടിൽ വിളിച്ചു നോക്കി, ഇവിടുത്തെ കഴിഞ്ഞ് കൂടുതൽ നീ അവിടെയാണല്ലോ പൊറുതി. വിളിച്ചു നോക്കാം. ഹലോ, എന്നാടി അമ്മേ, അവിടെ എന്റെ വെള്ള ലെഗിൻസ് വല്ലതും ഉണ്ടോ? അത് ഞാനിവിടെ അലക്കിയിട്ടിട്ടുണ്ടല്ലോ. അയ്യോ, എന്നാ ചെളിയായിരുന്നു അതിനകത്ത് മൊത്തം. അത് പറ. എന്നാ അവിടെ കിടക്കട്ടെ, പിന്നെ വന്ന് എടുത്തോളാം. എന്നടി മനുഷ്യനെ പഠിപ്പിക്കാനായിട്ട്? ഞാനേ കുക്കർ അടിക്കുന്ന ഒച്ച കേട്ട് ബീഫാണല്ലേ. ബീഫൊന്നും അല്ല, സാമ്പാറിന് പരിപ്പ് ചോദിച്ചതാ. ചേടാ, അവിടെ നല്ല മീൻകറി ഉണ്ടായിരുന്ന, ബീഫ് ഉണ്ടെന്ന് ഓർത്ത് എടുത്ത് ചാടി പോന്ന്. ഇനിയിപ്പോ കുറച്ച് സാമ്പാർ ഇവിടുന്ന് കൊണ്ടാ, മീൻകറി കൂട്ടി അവിടെ കഴിക്കാം. ഇത്രയാ എന്റെ കളക്ഷൻസ്. ഇത് നല്ല ബ്ലൗസാ, ഇത് നല്ല സാരിയാ, ഇത് സ്കേർട്ട്, ഏതാന്ന് വെച്ചാ എടുത്തോ. എന്തോരം കളക്ഷൻ ആണല്ലോ. ഇതൊന്നും ഇടാറില്ലേ? ഞാൻ എവിടെ ഇട്ടുകൊണ്ട് പോകാനായിട്ടാ? അണിഞ്ഞൊരുക്കി പോകാനാണെങ്കിൽ വീട് കെട്ടിച്ചത് തൊട്ടടുത്ത്, ബന്ധുക്കാരെല്ലാരും ഒന്ന്, നാട്ടുകാരും എല്ലായിടത്തും. പിന്നെ ആരെ കാണിക്കാനാ ഈ കെട്ടിയൊരുങ്ങി കൊണ്ട് പോകുന്നത്? ഇതുപോലെ ഒത്തിരി ഉണ്ട്. നാത്തു വേണമെന്നുണ്ടെങ്കിൽ അലമാരി നോക്കി ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ എടുത്തോണ്ട് പോക്കോ. ഇതിനൊക്കെ ചേരുന്ന ഓർണമെന്റ്സും ഉണ്ട്. അമ്മേ, വൈകിട്ടത്തേക്കുള്ള ഫുഡെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലത്തേനുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, എല്ലാം ചൂടായി കഴിച്ചാൽ. ഞാൻ ഇന്ന് വൈകിട്ട് വീട്ടിലോട്ട് പോവേ. എന്നാണ് വിശേഷം? എന്നാ കഴിഞ്ഞ ദിവസം കല്യാണം കഴിഞ്ഞില്ലേ, പപ്പായുടെ അനിയന്റെ മക്കള്, അവര് വിരുന്നിന് വരുന്നുണ്ട്. അപ്പൊ പപ്പ എല്ലാരെയും വിളിച്ചൊരു ഫാമിലി ഗെറ്റ് ടുഗദർ പോലെ വെക്കും. എല്ലാരും വരുവാ, കൂടുവാ. പപ്പായുടെ മൂത്ത ചേച്ചിയുടെ മോനുണ്ടല്ലോ, അവർക്കത് പ്രശ്നമല്ലേ, അവര് ഡിവോഴ്സ് ആയോ? കുഴപ്പമൊന്നുമില്ല ഇപ്പൊ അവർക്ക്. എല്ലാ കുടുംബവിശേഷവും അറിയാം തള്ളക്ക്. അത് ഇവിടുത്തെ പപ്പായുടെ പെങ്ങടെ കൊച്ചുങ്ങൾക്ക് വന്ന ആ ഒരു സെയിം പ്രശ്നം തന്നെ അവരുടെ ലൈഫിലും. അതുപോലെയൊക്കെ തന്നെ സോൾവ് ആവാൻ നിൽക്കുന്നു. എന്താ അമ്മേ? അഞ്ചുവേ, ഇവിടെ ആണെന്നുണ്ടെ പപ്പ ചോദിക്കുക എവിടെ പോയിന്നേ. ഞാൻ പറഞ്ഞ് വീട്ടിലൊരു സാധനം എടുക്കാൻ വേണ്ടി പോയതാന്നാ പറഞ്ഞേ. പപ്പയ്ക്ക് ഇതൊന്നും അത്ര ഇഷ്ടമല്ലെന്ന് എനിക്ക് തോന്നണേ. കേട്ടോ, ഇതാണെങ്കിൽ അപ്പുറം ഇപ്പുറം നാട്ടുകാരൊക്കെ ചോദിക്കാൻ തുടങ്ങി, അഞ്ചു എന്തിയെന്ന്. ആവശ്യമൊന്നുമില്ലെങ്കിൽ ഇങ്ങ് പോര് കേട്ടോ, പപ്പായ്ക്ക് ഇതൊന്നും ഇഷ്ടമല്ലെന്നേ. വരാം. എന്നാടി ചുമ്മാതമ്മേ, ഇങ്ങോട്ട് വരുമ്പോ എപ്പോഴും ഉണ്ട് അങ്ങ് പോരാ. അവിടുത്തെ പപ്പ പറയും നാട്ടുകാർ ചോദിച്ചോണ്ടിരിക്കുക എന്നത്, എന്നെ കൊണ്ട് അവിടെ ഇട്ട് പണി ചെയ്യിപ്പിക്കാനായിട്ട്. എന്നാന്ന് വെച്ചാൽ പോയിട്ടൊന്ന് തല കാണിച്ചിട്ട് വാ, അല്ലെ പിന്നെ അവരൊക്കെ എന്നാ തോന്നും. പോയിട്ട് വാ. അല്ല, ദൂരത്തോട്ടും കെട്ടിച്ചാൽ മതിയായിരുന്നു എന്നെ. അങ്ങനെയാണെങ്കിൽ ആ പേര് പറഞ്ഞ ഒരു 10 ദിവസം ഇവിടെ വന്ന് നിൽക്കായിരുന്നു. അമ്മേ,
ഞാൻ പറഞ്ഞ കാര്യം എങ്ങനെയാ അമ്മേ? അയ്യോ ഞാൻ പറഞ്ഞില്ലേ, അവരങ്ങ് UK-ലാ. ഈ വീടും സ്ഥലവും കാര്യങ്ങളെല്ലാം അവർക്കല്ലേ വേണ്ടത്. എല്ലാം കൂടി നിനക്കങ്ങ് തന്നാ എങ്ങനെയാ? അതിന് അവരെപ്പോഴാ UK-ന്ന് വരുന്നേ? അവരിനി അവിടെ തന്നെ സെറ്റിൽ ആവത്തുള്ളൂ. ഞാൻ സ്വന്തമായിട്ടല്ലല്ലോ ചോദിച്ചോ, പണയം വെക്കാൻ വേണ്ടിയിട്ടല്ലേ. എന്നും പറഞ്ഞാൽ അത് അങ്ങനെയൊന്നും തരാനൊന്നും പറ്റത്തൊന്നുമില്ല. അമ്മയ്ക്കും അപ്പായ്ക്കും എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനേ ഓടി വരാനുള്ളൂ, അത് ഓർത്തോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ട, ഒന്നും വേണ്ട, ഞാൻ പോവാ. എന്നടി പെങ്കൊച്ച് പിണങ്ങി പോകുന്നത്? ഓ, അവളെവിടം വരെ പോകാൻ വേണ്ടിട്ടാ? നിങ്ങൾ 2 കിലോയുടെ ബീഫ് അങ്ങ് മേടിക്കുക, കറി വെക്കുമ്പോ അവളോടെ താനേ വന്നോളൂ. ഓ എന്റെ അമ്മേ, ഓ എന്റെ നടുവ്. ഹലോ, എന്നാ അമ്മേ? എടി ഞാനൊന്ന് വീണ്, ഒന്ന് ഇവിടം വരെ ഒന്ന് വരാവോ? അയ്യോ അമ്മേ, ഞങ്ങളിത് വാഗമണ്ണ് പോയേക്കുവാ. അന്ന നീ എന്നോട് പറയാതെ പോയേ? വണ്ടിക്കകത്ത് സീറ്റ് ഇല്ല, പിന്നെ അമ്മയോട് പറഞ്ഞ അമ്മയ്ക്ക് സങ്കടാവൂന്ന് ഓർത്തിട്ടാ അമ്മേ. എന്നാ പറ്റിയേ? അതെ, ഞാൻ ആ തുണി വിരിക്കാൻ വേണ്ടി ആ മേലോട്ടൊന്ന് കേറിയതാ, കാലങ്ങ് തെന്നിപ്പോയെന്നേ. ആശുപത്രി വല്ലതും പോണോ? വല്ല മുറിവിനെ തേച്ചാൽ മതിയോ? ഇവിടുത്തെ പെങ്കൊച്ചെന്തിയെ? ഒച്ച കേൾക്കുമ്പോ ഓടി വരണ്ടായിരുന്നല്ലോ. അവരെ വാഗമണ്ണ് ടൂറ് പോയേക്കുവാ, എന്നോട് പറഞ്ഞില്ല, ഇപ്പൊ വിളിച്ചപ്പോഴാ അറിഞ്ഞത്. അപ്പം പിള്ളേരെ അടുത്ത് കെട്ടിച്ചാലും അകലെ കെട്ടിച്ചാലും നാട്ടുകാരെ കൊണ്ട് ഉപകാരമുള്ളല്ലേ. Subscribe മൈ